മണീസ് യൂട്യൂബ് ചാനൽ. ഒരു അൺയൂഷ്വൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വെള്ളിമണി പിടിച്ച വള്ളി, കിടിലം വള്ളി, അത് തീർക്കാൻ നോക്കിയപ്പോൾ അതിലും വലിയ വള്ളി. അങ്ങനെ അൺയൂഷ്വൽ വീഡിയോ. ഈ അൺയൂഷ്വൽ വീഡിയോക്ക് ഒരു അൺയൂഷ്വൽ പരിപാടിയാണ് എടുത്തുക്കണം. കാരണം അൺയൂഷ്വൽ വീഡിയോ അവർ ഒരു ക്ലാരിഫിക്കേഷന് ജസ്റ്റിഫിക്കേഷൻ ഇത് കൊടുക്കുമ്പോൾ അത് അതിനനുസരിച്ച് കൊടുക്കണം. ഇതെന്താ വെച്ചാൽ അവരെ പോസ്റ്റ് കാര്യങ്ങൾ ഞാൻ ആയതിനെ ക്രിറ്റിസൈസ് ചെയ്ത് തുടങ്ങിയല്ലോ. അവരവരെ പോസ്റ്റ് ഫസ്റ്റ് ഒരു 21 മിനിറ്റും 50 സെക്കൻഡുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് 22 മിനിറ്റ്സ് എന്നാ പറയുക. 22 മിനിറ്റ്സിലൊരു വീഡിയോ ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് 15 മിനിറ്റ്സ് മൊത്തം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ കളിയാക്കുന്ന പോലെ തന്നെ ഇതൊക്കെ വായിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയ ആൾക്കാർക്ക് പിന്നെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ള് ഇപ്പോൾ അവർ 4 പേജിലോ 4-5 പേജിലോ എനിക്ക് കറക്റ്റ് ചെക്ക് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ 4-5 പേജിലാണ് അവർ ഒരു സാഫ്രോൺ ക്യാൻവയിലൊക്കെ വെച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ 4-5 പേജിലാണ് ഇത് ചെയ്തത്. ഈ 4-5 പേജിൽ ഇംഗ്ലീഷിൽ ചെയ്തത് മൊത്തം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് തന്നെ അവർക്ക് ജസ്റ്റിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ കൊടുത്തൊരു 10 മിനിറ്റിൽ പരിപാടി തീർക്കണ കേസുള്ളൂ. 22 മിനിറ്റ് വലിച്ചു നീട്ടി അതിൽ ആ 22 മിനിറ്റിൽ കിടന്ന് ഉരുണ്ട് ആയിട്ട് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. ആ വീഡിയോ ലെങ്ത്ത് കൂടുമ്പോൾ തന്നെ അവർക്ക് കോൺട്രവേഴ്സീസ് കൂടും. കാരണം വെച്ചാൽ അതിലെന്തെങ്കിലും അപാകതകൾ വരും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ അവർക്കൊരു അതൊരു 5 മാക്സിമം ഒരു 5 to 10 അല്ലെങ്കിൽ 8 to 10 മിനിറ്റ്സിൽ തീർക്കേണ്ട കേസേ ഉള്ളായിരുന്നു. ഫസ്റ്റത്തെ ഒരു 15 മിനിറ്റോളം ഇവർ ചെയ്ത് തന്നെ ഇവർ പിടിച്ച് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അതാണ് ചെയ്തിട്ടുള്ളത്. ഇത് വായിച്ച് ഇത് മനസ്സിലായി ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അറിഞ്ഞ് ഇട്ടിട്ടുള്ളവരാണ് ഇത് ക്രിറ്റിസൈസ് ചെയ്യാനും ഇത് കമൻറ്റ് ചെയ്യാനും ഇതിനെ എയർ കയറ്റിയതൊക്കെ വരെ അതാണ്. പിന്നെ ഇപ്പോൾ പറയാനുള്ളത് ഫ്രം പേളിമാണി. ഈ പേളിമാണിനെ പോലെ ഒരു ഇൻഫ്ലുവൻസർ എടുത്ത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. ഇത്രയും അൺമെച്ചുവേർഡായിട്ട് ഇത്രയും ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. ബിക്കോസ് പേളിമാണി അങ്ങനെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേറെ ആൾക്കാരുടെ പേര് വരും. ഇപ്പോൾ പേളിമാണി ആണ് നമ്മൾ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ പേളിമാണി പേളിമാണി ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാരെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നല്ലൊരു ഇൻഫ്ലുവൻസറാണ്. ബിഗ് ബോസിൻ്റെ നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പറ്റിയൊരാൾ വൺ ആൻഡ് ഓൺലി എന്ന് തന്നെ പറയാം, അത് പേളിമാണി മാത്രമാണ്. ആ പേളിമാണിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ പേളിമാണിൻ്റെ ഇൻ്റർവ്യൂസും വീഡിയോസും കണ്ടൻസും അതൊക്കെ അടിപൊളിയായിരുന്നു. ഇത്ര കാലം നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ആഫ്റ്റർ ഓൾ എൻ്റർടൈൻമെൻ്റ് ആ എൻ്റർടൈൻമെൻ്റ് ആണ് ഇപ്പോൾ ഇതൊരു ഹെയ്റ്റാക്കി അവർ മാറ്റിയത്. അവർക്ക് അവരുടെ ഒപ്പീനിയന് അല്ലെങ്കിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയം അവരുടെ പൊളിറ്റിക്സ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. അതായത് ഓരോരുത്തർക്കും ഓരോ പൊളിറ്റിക്സും കാര്യങ്ങളും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉള്ള ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് ജീവിക്കുന്നത്. അത് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള റൈറ്റ് അത് കാണുന്ന ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്കുണ്ട്. പിന്നെ അവർ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത്രയും എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുള്ള ആളെ ഈ 4 പേജിൽ കണ്ടന്റ് എഴുതി പിടിപ്പിച്ച് അതല്ല ചെയ്യേണ്ടത്. കാരണം ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അവരൊരു വീഡിയോ ആക്കി ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇത്ര വിഷയമാവില്ല ഇനി. കാരണം അവരെന്താണോ ഉദ്ദേശിച്ചത് അവർ പറയുന്ന കാര്യങ്ങളുണ്ട്, അവരെന്താണ് ജെന്യൂൻ ആണ്. ഇഫ് ഇറ്റ് ഈസ് ജെന്യൂൻ അവർ ഉദ്ദേശിച്ചത് ഇതല്ല എന്ന് പറയുന്നത്. അവരുദ്ദേശിച്ചത് ഇതല്ലെങ്കിൽ അവരതൊരു വീഡിയോ ആക്കി ചെയ്തിരുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി അവർ എന്താണ് അവരുടെ ഫേസിൽ അല്ലെങ്കിൽ അവരെന്താണോ അവരുടെ ഇമോഷൻ ആ ഇമോഷൻ അതേപോലെ ജനങ്ങൾക്ക് കിട്ടിയിരുന്നു. ഗോട്ട് മീ ഞാൻ അതിന് ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. ഞാൻ നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ ഏതാ വെച്ചാൽ വായ ഫിലിമിൽ അജിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കേൾപ്പിച്ചാൽ അത് എൻ്റെ അടുത്തുണ്ട്. സമാധാനത്തിലൊക്കെ വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തില്? നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ വന്ന് പഠിച്ചാ മതി. നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ എന്തായാലും ഇവിടെ വന്ന് പെട്ടു. നീയും കൂടി ഇവിടെ വന്ന് വെയിലത്ത് കിടന്ന് പൂക്കണ്ടെന്ന് വിചാരിച്ചാൽ വരണമെന്ന് പറഞ്ഞു. ഈ ഒരു സിറ്റുവേഷൻ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ഓഡിയോ മെസ്സേജ് വാട്സപ്പിൽ ഒരു ഓഡിയോ മെസ്സേജ് നമ്മളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇവിടെ നമ്മളെ ഫാമിലിക്കോ നമ്മളെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും അയച്ചാൽ ഈ ഓഡിയോ മെസ്സേജ് ഒന്നിലിട്ട് നമ്മളെ കേൾക്കേണ്ട ഓഡിയോ മെസ്സേജ് 1.5ലോ 2ലോ നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് കേൾക്കും. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഓപ്പോസിറ്റ് പറയണ ചിലപ്പോൾ സ്പീഡിലോ കാര്യങ്ങളോ പറയണമെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി അവർ കുറച്ചും കൂടി നമ്മളെ ഒഫൻഡ് ചെയ്യണ പോലെ അല്ലെങ്കിൽ നമ്മളത് ചെയ്യണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് അതേ ഒരു എക്സ്പ്രഷൻ ഫീലിൽ കിട്ടൂല. ഈവൺ ഓഡിയോസ് വരെ
അതുകൊണ്ട് പറയുന്നത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഇത്രയും ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള അതൊരു വീഡിയോക്ക് പോകാമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പോയിന്റ് അതൊരു വീഡിയോക്ക് പോകാമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ഇവർ പറയുന്നത് അവരുദ്ദേശിച്ചതല്ല ഔട്ട്പുട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വന്നതിന് ശേഷം പബ്ലിക് അവർക്ക് കൊടുത്ത റിസൾട്ട് അല്ലെങ്കിൽ പബ്ലിക് അവർക്ക് കൊടുത്ത ഫീഡ്ബാക്ക് അവരുദ്ദേശമല്ലാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഒരു ഫിലിം ഡയറക്ടർ അല്ലെങ്കിൽ ഫിലിം റൈറ്റർ അല്ലെങ്കിൽ ഫിലിമിൻ്റെ ഹോൾ ടീം ഒരു ഫിലിം തിയേറ്ററിൽ ഇറക്കിയതിന് ശേഷം തിയേറ്ററിൽ പൊട്ടി പാളീസായി തൂറ്റിന് ശേഷം അവർ വന്നിട്ട് പറയണേ, ഇൻ്റർവ്യൂവിലും ഇതിലും വന്നിട്ട് പറയണേ, ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ റേഞ്ചിൽ ഫിലിം, അങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾ ഉദ്ദേശിച്ചു, വേറെ യൂണിവേഴ്സൽ സാധനം ഞങ്ങൾ ഉദ്ദേശിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഫിലിം തിയേറ്ററിലെത്തി പബ്ലിക്കിന്റെ മുന്നിൽ റിലീസ് ചെയ്യുന്നത് വരെ ഉള്ളൂ ഇവര് കൺട്രോള്. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കാണ് തീരുമാനിക്കുന്നത് അത് പബ്ലിക്കിന് എന്ത് മെസ്സേജ് കിട്ടിയായിരുന്നു, അല്ലെങ്കിൽ പബ്ലിക്കിന് എന്ത് ആ തീം പബ്ലിക്കിന് ഏത് രീതിയിൽ ഉള്ളിൽ കയറി എന്നുള്ളത് അത് പബ്ലിക്കാണ് തീരുമാനിക്കുന്നത്. അപ്പൊ പിന്നെ ഇവർ പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം ഇവർ ഉദ്ദേശിച്ചതല്ല, ഞാൻ ഉദ്ദേശിച്ചതാണെന്ന്. ഓക്കെ, അവരുദ്ദേശിച്ചതല്ല, അവര് എന്നാ അതിന് ക്ലാരിഫിക്കേഷനായിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോളേ അതില് ഒരു അരകൻ നാച്ചുറൽ ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് അവർ ഐ ആം സോറി പറഞ്ഞിട്ട് ആ വീഡിയോ ഇട്ട്, ഐ ആം സോറി പറഞ്ഞ വീഡിയോ ഇടുമ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട, ഇവർ 4.5 മില്യൺ ഇപ്പൊ ബാലൻസ് ഉണ്ട്, 450,000 ഫോളോവേഴ്സ് എന്തോ പോയിക്കണെന്നാണ് മൊത്തത്തിൽ റിപ്പോർട്ട് കാണുന്നത്. ഇത്രയും ഫോളോവേഴ്സ് 4.5 മില്യൺസ് ഫോളോവേഴ്സ് കറന്റ് ലൈവിലുള്ള ആളുകൾ എങ്ങനെ പോയാലും ഒരു 50,000 ഏറ്റവും മിനിമം ഒരു 50,000 ആളുകൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ബെല്ലൈക്കൺ അതൊക്കെ അമർത്തി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്ത് വെച്ചാൽ ഇവരൊരു വീഡിയോ ഇടുമ്പോൾ അപ്പൊ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരൂലേ, ഈ നോട്ടിഫിക്കേഷൻ വരും, അത് അപ്പൊ തന്നെ ഐ ആം സോറി ആൾക്കാർ ഐ ആം സോറി വീഡിയോ ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർ പേളിമാണി ഐ ആം സോറി, അത് ചിലപ്പോൾ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. ഇതാണ് കുറച്ചായിട്ട് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഏറെ കയറ്റുമ്പോൾ അതിന്റെ ക്ലാരിഫിക്കേഷൻ, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ അവിടുന്ന് ജനങ്ങൾക്ക് പോയി അതൊരു സോറി ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഒരു സോറി ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് അത് സോറി ആയിട്ട് പറയാൻ തോന്നിയിട്ടുണ്ടാവും. പിന്നെയാണ് അവർ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ടീമിലുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും സോറി ആയിട്ട് പറയുമ്പോൾ വേറൊരു വിഷയമുണ്ട്. നമ്മളൊരാളോട് സോറി പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സോറി പറയൂ. അപ്പം പേളി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സൊസൈറ്റി അല്ലെങ്കിൽ പബ്ലിക് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇക്കാരം മനസ്സിലാക്കുക എന്നുള്ളത് ഇക്കാരം. അതുകൊണ്ട് ആ ഒരു ഇത് വന്നതുകൊണ്ട് ഇക്കാരം ചിലപ്പോൾ ഒരു പിൻവലിച്ചിട്ട് പിന്നെ മാറ്റി ചെയ്തത്. അവര് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവർ ജെന്യുവിനായി വന്നതിൻ്റെ സോറി വന്ന് പറഞ്ഞിട്ടുണ്ടാവും. മേ ബി പിന്നെ മീഡിയാസും കാര്യങ്ങളും ഞാൻ അത്രമാത്രം വിശ്വസിക്കുന്നില്ല. കാരണം പേളിനെ പോലെ ഒരാൾ ബാക്ക് ഡോർ ത്രൂ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കാരണം പേളി പറഞ്ഞു വെച്ച് ഫസ്റ്റ് ഓവറിന് നല്ല പ്രഷർ ഉണ്ട് ഇനി വീഡിയോ ഇടാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്, അല്ലെങ്കിൽ വീഡിയോ അങ്ങനെ എന്നൊക്കെ ഇത് എക്സ്പ്രസ് ചെയ്യാതെ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ഈ പ്രഷർ ആരെടുത്തുനിന്നാ വന്നതെന്നുള്ളത് അത് ഒരു കോൺട്രവേഴ്സി ആയി മാറാതിരിക്കട്ടെ ഭാവിയിൽ. കാരണം അത് കുറെ ഇൻഫ്ലുവൻസേഴ്സിനും കുറെ ആൾക്കാർക്കും ഇത് വരുന്നുണ്ട്, അതായത് കുറെ ഓഫേഴ്സ് ഒക്കെ വന്നിട്ട് ഇതിനെ കേസ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യാനാണ്. അത് അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സിയിലോട്ട് പോകാതിരിക്കും. ബിക്കോസ് വി ആർ നോട്ട് എക്സ്പെക്ടിങ് ദിസ് ഫ്രം പേളിമാണീസ്. ഓക്കെ, പേളിമാണിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം പേളിമാണി അത്രയും നല്ല നമ്മളെല്ലാവരും ഇനി എന്നുള്ളത് ഇനിയൊരു കല്ലുകടി ഉണ്ടാവും എല്ലാവർക്കും. ഇപ്പോൾ പേളിമാണിൻ്റെ ഒരു കണ്ടന്റ് കാണുമ്പോൾ ഒരു കല്ലുകടി ഉണ്ടാവും. പിന്നെ പേളിമാണി ഇപ്പോൾ ഇത് പബ്ലിക്കിൽ വരാനുള്ള മെയിൻ റീസൺ ഇറ്റ്സ് എഫക്റ്റഡ് ആർ ബിസിനസ്. അത് അവരുടെ ബിസിനസ്സിനെ നല്ല എഫക്റ്റ് ചെയ്തു. 4.5 അല്ലെങ്കിൽ 4.5 ലക്ഷം ഫോളോവേഴ്സ് പോകുന്ന പറഞ്ഞാൽ വലിയൊരു വാല്യൂ ആണ്. നല്ലൊരു അത്യാവശ്യം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു യൂട്യൂബ് വ്ളോഗറോ കാര്യങ്ങളോ അവർക്കുള്ളൊരു ഫോളോവേഴ്സ് ആണ് ഈ പോയിട്ടുള്ളത്. അത്രക്കുള്ള ഫോളോവേഴ്സ് അവർക്ക് പോയിക്കണേ. അപ്പോൾ അവർക്ക് ബിസിനസ്സിൽ നല്ല പ്രഷർ ഉണ്ടാവും. ബിസിനസ് മീൻസ് അവർക്ക് നല്ല സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഈ ഓൾ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, മൈജി കാര്യങ്ങൾ വലിയ കമ്പനീസ് നല്ല സ്പോൺസർഷിപ്പിലാണ് എല്ലാ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബിസിനസ്സിൽ വലിയൊരു പ്രഷർ ഉണ്ടാവും ഓഫ് കോഴ്സ്. സോ അതായിരിക്കും ഒന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഐ ആം സോറി ചെയ്തുള്ളതാണ് ചെയ്തതല്ലേ. പിന്നെ വേറെ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഇവർ ഫസ്റ്റ് ഇവരെ ഒപ്പീനിയനും കാര്യങ്ങളും ഒന്ന് ഇട്ട് ഒപ്പീനിയൻ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് അതിൽ വന്ന കമൻസ് റിയാക്ഷൻസ് ഇതെല്ലാം ഇവർ ഡിലീറ്റ് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്തത് അതും തെറ്റാണ്. അത് ഭയങ്കര തെറ്റാണ്. കാരണം അത് ചെയ്യാൻ പാടില്ല. ഇത് പോസ്റ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ, ഇതിന് കമന്റ് ഇടാനുള്ള അവകാശം അത് കാണുന്നവർക്കുണ്ട്. അത് ചെയ്ത്
അതിൽ നിന്ന് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടിട്ട് നമ്മൾ തെറ്റ് തിരുത്തണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നിന്ന് ഒളിച്ചോടുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക വെച്ചാൽ പബ്ലിക് വിൽ ബി ഗെറ്റിംഗ് പ്രൊവോക്ഡ്. അവർ പബ്ലിക് പ്രൊവോക്ക് ചെയ്തിട്ട് പബ്ലിക്കിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്ക് ഇത് പിടിച്ച വള്ളി ഇരട്ടിച്ചെത്തി എയർ കയറ്റി സ്പേസിൽ അങ്ങനെ അടിച്ച് കയറ്റി വിടും. ആ ഒരു വിഷയം. പിന്നെ വേറെ വിഷയം നമ്മളെ സിബി മലയിൽ സാറിന് പറഞ്ഞ ഒരു ഡയറക്ടർ പറഞ്ഞ കാര്യം, അത് കിരീടത്തിൻ്റെ ഒക്കെ ഡയറക്ടറെ പറഞ്ഞ കാര്യം ഫെയിലിയർ ആണ്. അവരെ മോനായിട്ടാണ് വിഷയം. പക്ഷെ അത് ചെന്നെത്തിയത് പിന്നെ അവരുടെ അടുത്ത് എത്തി. പിന്നെ ഇപ്പം ഇന്ന് അത് തിരുത്താൻ ഞാൻ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾ എന്നുള്ള പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് പറഞ്ഞപ്പോൾ കുറച്ചത് അങ്ങനെ എനിക്കും അങ്ങനെ ഫീൽ ചെയ്യും. ഏത് പബ്ലിക്കിനും അങ്ങനെയാണ് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല പബ്ലിക് എടുത്തതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളെപ്പോലെ ഒരാൾ, നിങ്ങളെപ്പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുള്ള ഒരാൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു, ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങൾ എന്താണോ പറയുന്നത് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ട്രാൻസ്മിറ്റ് ആയ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങനത്തെ രീതിയിൽ ഫീഡ്ബാക്ക് വന്നിരുന്നു. പിന്നെ അവരിത് പറഞ്ഞതിൽ ഗോ ഹോം എന്നുള്ളൊരു ഇതും അതും ഈ പറഞ്ഞ പോലെ എഴുതി വിട്ടതാണ്. ഗോ ഹോം, വീട് പോടെ. ആ നമ്മളിപ്പോൾ ഒരു സ്ലാങ്ങില്ല നമുക്ക്, വീട്ടു പോടെ അല്ലെങ്കിൽ മലപ്പുറം ഇതൊക്കെ പറഞ്ഞ പെരി പൊടി അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് തോന്നിയത്. അല്ലെങ്കിൽ ഇവർക്ക് എന്തായിരുന്നു ഇത്രയും വലിയ അതൊന്നും ഇടാതെ ഓൺലൈനിലോ 2 ലൈനിലോ സ്റ്റേ അല്ലെങ്കിൽ സ്റ്റേ സേഫ് ആൻഡ് ഇത് നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പോൾ അതിനെ സപ്പോർട്ട്. അപ്പോൾ ഇത് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത പോലെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഇത് വിഷയം. അത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇവര് ഇത് അവിടെയും തട്ടാതെ ഇവിടെയും തട്ടാതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവില്ല. അതും ഈ കാലത്ത് ഇത്രയും കോൺട്രവേഴ്സി ഉള്ള ഒരു വിഷയത്തിലൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 പ്രാവശ്യം ചിന്തിക്കാം. പിന്നെ അവർ പറഞ്ഞു എനിക്കിത് അറിവില്ലായിരുന്നു. അത് വലിയൊരു തെറ്റാണ്. അറിവില്ലായിരുന്നു. ഞാൻ റീൽസ് കണ്ടിട്ടും യൂട്യൂബിൽ കണ്ടിട്ടും കുറച്ച് വീഡിയോസ് നല്ല റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് അതും ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഇത്രയും പൊസിഷനിൽ നിൽക്കുന്നവർക്ക് നല്ലോണം റിസർച്ച് ചെയ്തിട്ട് ഒരു കാര്യത്തിന് അഗേൻസ്റ്റ് റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം 4-5 റീൽസ് കണ്ട് റീൽസ് ആർ നോട്ട് റിയൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇന്നെക്കാട്ടി കൂടുതൽ അറിയുന്ന ആൾ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും കൂടുതൽ അറിയുന്ന ആളാണോ നിങ്ങൾ. ഇത്രയും വലിയ ഫോളോവേഴ്സും അവരെന്നെ പറയുന്നുണ്ട് 18 വയസ്സ് മുതൽ തുടങ്ങിയ പരിപാടിയാണ്, എന്തെങ്കിലും തുടങ്ങിയ പരിപാടിയല്ല. അപ്പോൾ അത് അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. 4-5 റീൽസും കാര്യങ്ങളും കണ്ടുകാണ്ട് ഉള്ള നോളജ് വെച്ചൊന്നും ചെയ്യാൻ പാടുള്ളതല്ലായിരുന്നു ആ റിയാക്ഷന്. അത് ഇത്രയും വലിയ കോൺട്രവേഴ്സി, ഇത്രയും വലിയ ചർച്ചാ വിഷയം നാഷണൽ ലെവലല്ല വേൾഡ് വൈഡ് ചർച്ച. കാരണം ഈ ജെൻസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വേൾഡ് വൈഡ് കുറച്ച് നല്ല ന്യൂസ് കിട്ടിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഭരണാധികാരികളും അതിൽ വേഗം ആക്ഷൻ എടുത്തതും കാര്യങ്ങളും ഒക്കെ. അതിനും നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അതിപ്പോൾ പേളിമാണിൻ്റെ വിഷയത്തിൽ ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അവരിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് അവർക്കതൊരു വീഡിയോ ആക്കി ചെയ്യാമായിരുന്നു. ഇത് ഇത്ര തന്നെ വിഷയങ്ങൾ സംഗതി അവർ പറഞ്ഞതിൽ കുറച്ച് കോൺട്രവേഴ്സീസും കുറച്ച് അവിടെയും ഇവിടെയും തട്ടാത്ത പോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഓഡിയൻസ്, ഞാൻ ആസ് എ ഓഡിയൻ എന്നുള്ളത് എനിക്കത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തോ അല്ലെങ്കിൽ പേളി ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഫീൽ ചെയ്തത് നാളെ വേറെ ഒരാൾക്ക് എൻ്റെ കൂട്ടുകാരനെ എൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ അടുത്തിരിക്കണം അത് വേറെ ഫീൽ ചെയ്യുന്നത്. അത് പബ്ലിക്കിന് എന്ത് ഫീൽ ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ അടുത്ത് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത് അവർക്ക് എന്തെയായിരുന്നു ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ 1 ലൈനിലോ 2 ലൈനിലോ സ്റ്റേ സേഫ് എന്നാണ് അവർ അത്രയും വലിയൊരു സംഭവം ഇട്ടിട്ടുണ്ടത്. അത്രയും വലിയൊരു 4 പേജ് ആക്കി ഇട്ടിക്കണം. ഒരൊറ്റ തീമുള്ളൂ, സ്റ്റേ സേഫ്, ശ്രദ്ധിക്കുക, അതിന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇവർ ഇതിൽ എന്ത് വലിയ ഇതാണ്ടിട്ടുണ്ട്. എന്തായാലും വെച്ചാൽ അവിടെയല്ല 2 തുണിയിലും കാലിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ പൊട്ടന്മാരെന്നില്ല. പിന്നെ ഇപ്പോൾ ഇതിൽ വന്നുകൊണ്ട് ഇൻസ്റ്റഗ്രാം ചിലപ്പോൾ പുറത്തിറങ്ങാത്തതിൻ്റെ വിഷയം ഉണ്ടോ എനിക്കറിയില്ല. ഇവിടെ എന്തോ ഒരു പാളിക്കണം എന്തായാലും. കാരണം ഇത് ഒക്കെ വായിച്ചും കണ്ടും മനസ്സിലായവരാണ് ഇത് റിയാക്ട് ചെയ്തിരിക്കണമെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലാണ് ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോൻ്റെ ഫസ്റ്റത്തെ 10 മിനിറ്റ് 15 മിനിറ്റോളം ഇതിങ്ങനെ വായിക്കുക, അതിൻ്റെ അർത്ഥം പറയും, ഇതിങ്ങനെ വായിക്കുക. ഈ വായിച്ച അർത്ഥം പറയണമെങ്കിൽ തന്നെ കൂട്ടിച്ചേർക്കണമുണ്ട്. കുറച്ച് കോൺട്രവേഴ്സിയായി ഫീൽ ചെയ്യണ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകണമുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ പേളിമാണിനെ പോലെ ഒരാളെടുത്ത് ഇത്ര തെറ്റുകൾ വരാതിരിക്കട്ടെ. ഇനി പിന്നെ വേറെ എന്തെങ്കിലും ബാക്ക്ഡോർ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്തതായിരിക്കട്ടെ. കാരണം അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ഒരു ബാഡ് ഇമേജ് അവർക്ക് ക്രിയേറ്റ് ചെയ്യും. പിന്നെ
പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇതൊരു വീഡിയോ ആക്കി ചെയ്യായിരുന്നു. ആ വീഡിയോ ആക്കി ചെയ്യാന്നുണ്ടെങ്കിൽ അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഒരു 80-85% ജനങ്ങൾക്ക് പബ്ലിക്കിന് കിട്ടിയിരുന്നു. ഇത്ര കോൺട്രവേഴ്സി ആവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ ഓൺലി. ഇതിൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അവരൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ, ആ ക്ലാരിഫിക്കേഷൻ വീഡിയോ തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ ഞാനത് ഫസ്റ്റ് ഇത് കുറേ ആൾക്കാർ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പേളിമാണി പറഞ്ഞു, പിന്നെ മേജർ റവീസ്, അത് കുറേ പറഞ്ഞു. പക്ഷെ പേളിമാണിൻ്റെ വീണ്ടും ഒരു കോൺട്രവേഴ്സി. ആ വള്ളി പിടിച്ചത്, ആ വള്ളി പോവാതെ ആ വള്ളി എയറിൽ തന്നെ കിടന്ന് അത് കയറുന്ന സ്പേസിക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ നമുക്ക് അതിനെന്തോ ഒന്നുണ്ട്, നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നോക്കാം. ദിസ് ഈസ് മൈ ഓൺലി ഒപ്പീനിയൻ. ഓക്കെ, താങ്ക് യു.